നമസ്കാരം, എൻ്റെ പേര് അഹ. ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ആദ്യം തന്നെ ഇത്രയും മഹത്തായ ഈ പുണ്യക്ഷേത്രത്തിൽ എനിക്ക് ഇങ്ങനെയൊരു വേദി ലഭിച്ചത് സർവേശ്വരന് മുന്നിൽ ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്രയും മഹത്തായ ഒരു വേദി എനിക്കിവിടെ ഒരുക്കി തന്ന ക്ഷേത്ര ഉത്സവ കമ്മിറ്റി അംഗങ്ങൾക്കും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. എല്ലാ വിഘ്നങ്ങളും അകറ്റുന്ന ശാന്തസ്വരൂപനായ വിഘ്നേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാഷണം ഇവിടെ ആരംഭിക്കാം. എന്തുകൊണ്ടാണ് എല്ലാ ശുഭകർമ്മങ്ങളും തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ഗണപതി ഭഗവാനെ വന്ദിക്കുന്നത്? ആ ഒരു ചോദ്യത്തോടു കൂടി തന്നെ നമുക്ക് തുടങ്ങാം. മറ്റുള്ള ഏത് ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നതിന് മുൻപും നമ്മൾ ഗണപതിയാണ് വന്ദിക്കുന്നതല്ലേ? അതെന്തുകൊണ്ടാണ്? ഏത് ഭഗവാനെ പൂജിക്കുന്നതിന് മുൻപും ഗണപതിയെ പൂജിക്കുന്നു. ഗണപതി ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണങ്ങളിൽ ഒന്നാണ് വിഘ്നേശ്വരൻ എന്നുള്ളത്. ഏതൊരു ശുഭകർമ്മം ആരംഭിക്കുമ്പോഴും അത് വിഘ്നങ്ങൾ കൂടാതെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗണപതി ഭഗവാനെ തുടക്കത്തിൽ വന്ദിക്കുന്നത്. ഈ പ്രഥമ സ്ഥാനീയൻ എന്ന സ്ഥാനം ഗണപതി ഭഗവാന് നൽകിയത് തൻ്റെ പിതാവായിട്ടുള്ള ശിവഭഗവാനാണ്. ശിവഭഗവാൻ കൽപ്പിച്ചു, ഈ ലോകത്ത് ഏത് ഈശ്വരനെ പൂജിക്കുന്നതിന് മുൻപും ഏത് കർമ്മം തുടങ്ങുന്നതിന് മുൻപും ഗണപതിയെ പൂജിക്കണം. ഗണപതിയെ വന്ദിച്ചുകൊണ്ട് തുടങ്ങുന്ന കർമ്മങ്ങളിൽ വിഘ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാവില്ല. എന്നാൽ ഗണപതിയെ വന്ദിക്കാതെ തുടങ്ങുന്നവയിൽ തടസ്സങ്ങൾ ഉണ്ടാകും. അപ്പോൾ ശിവഭഗവാൻ ഇത്തരത്തിലൊരു വരം ഗണപതിക്ക് കൊടുക്കാനുള്ള സാഹചര്യം ശിവപുരാണത്തിലും ദേവീ ഭാഗവതത്തിലുമൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ നാരദ മഹർഷി കൈലാസത്തിലേക്ക് അതിവിശിഷ്ടമായൊരു ജ്ഞാനപ്പഴം കൊണ്ടുവന്നു. അപ്പോൾ ഈ ജ്ഞാനപ്പഴം കൊണ്ടുവന്നപ്പോൾ ഗണപതിക്കും സുബ്രഹ്മണ്യനും അവർക്ക് രണ്ടുപേർക്കും ഇത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇത് ആർക്ക് കൊടുക്കുമെന്ന് തീരുമാനിക്കാനായിട്ട് എങ്ങനെ തീരുമാനിക്കും എന്നതിനെക്കുറിച്ച് ഓർത്ത് ശിവഭഗവാനും പാർവതി ദേവിയും വ്യാകുലപ്പെട്ടു. അങ്ങനെ അവസാനം ശിവഭഗവാൻ കൽപ്പിച്ചു, ഇത് നമുക്ക് ഒരു മത്സരത്തിലൂടെ തീരുമാനിക്കാം. മത്സരത്തിന്റെ നിബന്ധന ഇതാണ്: ആരാണോ ഈ ലോകം മുഴുവൻ 3 തവണ വലം വെച്ച് വരുന്നത് അവർക്കായിരിക്കും ജ്ഞാനപ്പഴം ലഭിക്കുക. അപ്പോൾ ഈ നിബന്ധന കേട്ട ഉടനെ തന്നെ സുബ്രഹ്മണ്യൻ തൻ്റെ വാഹനമായ മയിലും പേറി ലോകം ചുറ്റാനായിട്ട് പോയി. എന്നാൽ ഗണപതി ഭഗവാൻ തൻ്റെ വലിയ ശരീരത്തെയും ചെറിയ വാഹനത്തെയും നോക്കി ഒരല്പസമയം ആലോചിച്ചു നിന്നു. ഈ ലോകം മുഴുവൻ ചുറ്റുന്നതിനേക്കാൾ വലിയൊരു സത്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം തൻ്റെ സ്വന്തം മാതാപിതാക്കളെ 3 തവണ വലം വെച്ചു. ഗണപതിയുടെ തത്വം ഇതായിരുന്നു: ഈ ലോകം മുഴുവൻ ചുറ്റുന്നതിന് തുല്യമാണ് സ്വന്തം മാതാപിതാക്കളെ വലം വെക്കുന്നത്. നമുക്കറിയാം, ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് തന്നെ ശിവശക്തി ഐക്യത്താലാണ്. അപ്പോൾ ആ ശിവശക്തികളെ വലം വെക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളെ വലം വെക്കുന്നത് ഈ ലോകം മുഴുവൻ ചുറ്റുന്നതിന് തുല്യമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ഈ ഗണപതിയുടെ കഥ നമുക്കൊരു പാഠം തരുന്നുണ്ട്. ഈ ഗണപതിയുടെ കഥ നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണല്ലേ. എന്നാൽ നമ്മളിതിങ്ങനെ കേട്ട് വായിച്ചു പോകുന്നു. ഗണപതി തൻ്റെ മാതാപിതാക്കളെ വലം ചെയ്തു. ഇത് ഇങ്ങനെ വായിച്ചു പോകാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രായോഗികമാക്കണം. നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ വലം വയ്ക്കാതെ, അവരെ ആദരിക്കാതെ, അവരെ ബഹുമാനിക്കാതെ ഈ ലോകം മുഴുവൻ ചുറ്റി നടന്ന് കാണുന്ന ക്ഷേത്രങ്ങളിലെല്ലാം പോയി പൂജകളും വഴിപാടുകളും നടത്തിയാലും ഒരു പ്രയോജനവുമില്ല. നമ്മളെല്ലാവരും പല സത്തുക്കളുടെയും കാൽക്കൽ വീഴും. പക്ഷേ നമ്മുടെ സ്വന്തം മാതാപിതാക്കളുടെ കാൽ തൊട്ട് നമ്മൾ വന്ദിക്കാറില്ല. ഈ ഒരു വലിയ സത്യമാണ് ഗണപതി നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ സന്തോഷിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുന്നത്. ഈ വലിയ സത്യം ആ ഒരു ചെറിയ പുരാണ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഗണപതിയുടെ ആ ബുദ്ധിശക്തിയിലും വിവേകത്തിലും സംപ്രീതനായി മഹാദേവൻ ഗണപതിയെ തന്നെ വിജയിയായി പ്രഖ്യാപിച്ചു. ആ ജ്ഞാനപ്പഴം ഗണപതിക്ക് തന്നെ കൊടുത്തു. ആ സന്ദർഭത്തിലാണ് പ്രഥമ പൂജനീയൻ എന്ന സ്ഥാനം മഹാദേവൻ ഗണപതിക്ക് കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഗണപതിയെ വന്ദിക്കാതെ തുടങ്ങുന്ന കർമ്മങ്ങളിൽ വിഘ്നങ്ങൾ ഉണ്ടാകും. എല്ലാ ഈശ്വരന്മാരെക്കാളും മുൻപ് ഗണപതിയെ പൂജിക്കണം. ഈ ഒരു വരം ഉള്ളത് കൊണ്ടാണ് ത്രിമൂർത്തികൾ പോലും തുടക്കത്തിൽ ഗണപതിയെ വന്ദിക്കുന്നത്. അതുപോലെ ഗണപതി ഭഗവാനെ പ്രണവ സ്വരൂപൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ. എന്താണ് പ്രണവ മന്ത്രം? ഓംകാരത്തെയാണ് നമ്മൾ പ്രണവ മന്ത്രം എന്ന് വിളിക്കുന്നത്. ഈ ഓംകാരമാണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ശബ്ദം. ഇന്ന് ശാസ്ത്രം പറയുന്നു
ഈ കോടാനുകോടി ഗാലക്സികളുള്ള ഈ ഔട്ടർ സ്പേസിന്റെ ശബ്ദം എന്ന് പറയുന്നത് ഓംകാരം ജപിക്കുമ്പോഴുള്ള അതേ ഫ്രീക്വൻസിയിലുള്ള ശബ്ദമാണെന്നാണ്. അതായത് ഈ പ്രപഞ്ചത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് ഓംകാരമാണ്. ആ ഓംകാരത്തെയാണ് നമ്മൾ പ്രണവ മന്ത്രം എന്ന് വിളിക്കുന്നത്. ആ പ്രണവ മന്ത്രമായിട്ടുള്ള ഓംകാരത്തിന്റെ ചിഹ്നം എങ്ങനെയാണ്? മുകളിലൊരു വക്രരേഖയുണ്ടാകും, താഴോട്ടൊരു വക്രരേഖയുണ്ടാകും, വലതുവശത്തേക്ക് തുമ്പിക്കൈ പോലെ ചരിഞ്ഞൊരു വക്രരേഖയുണ്ട്, മുകളിൽ ചന്ദ്രക്കലയും ബിന്ദുവുമുണ്ടല്ലേ. അപ്പോൾ ഈ ഓംകാരത്തിന്റെ ചിഹ്നത്തിന് ഭഗവാന്റെ രൂപവുമായിട്ട് സാദൃശ്യമുണ്ട്. ഗണപതി ഭഗവാന്റെ രൂപവുമായിട്ട് സാദൃശ്യമുണ്ട്. ഓംകാരത്തിന്റെ മുകളിലുള്ള വക്രരേഖ ഭഗവാന്റെ വലിയ ശിരസിനെ കാണിക്കുന്നു. താഴോട്ടുള്ള വക്രരേഖ ഭഗവാന്റെ വലിയ വയറിനെ കാണിക്കുന്നു. വലതുവശത്തേക്ക് നീളുന്ന വക്രരേഖ ഭഗവാന്റെ തുമ്പിക്കൈയെ കാണിക്കുന്നു. മുകളിലുള്ള ചന്ദ്രക്കലയും ബിന്ദുവും ഭഗവാന്റെ നെറ്റിയിലെ തിലകത്തെ കാണിക്കുന്നു. ഈ പ്രണവമന്ത്രമായ ഓംകാരത്തിന്റെ രൂപവുമായിട്ട് ഭഗവാന്റെ രൂപത്തിന് സാമ്യമുള്ളത് കൊണ്ടാണ് ഭഗവാന്റെ രൂപത്തെ പ്രണവാകാര രൂപം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ പ്രണവ സ്വരൂപനായ ഗണപതി ഭഗവാന്റെ ഗജാനന രൂപം എന്ന് പറയുന്നത് വെറും ഒരു ചിത്രമല്ല. അത് ഒരുപാട് പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്നുണ്ട്. നമുക്കറിയാം, ഭഗവാന് വലിയ ശിരസും വലിയ വയറും തുമ്പിക്കൈയും ചെറിയ കണ്ണുകളും ഒക്കെയാണല്ലേ. അപ്പൊ ഇത് ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു പാഠപുസ്തകമാണ്. ഭഗവാന്റെ ഈ രൂപം എന്ന് പറയുന്നത് സിംബോളിക്കാണ്. ഭഗവാന്റെ ഈ വലിയ തല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറമേ നിന്ന് കാണുമ്പോഴുള്ള തലയുടെ വലിപ്പമല്ല, മറിച്ച് എന്തിനേയും ഉൾക്കൊള്ളാനുള്ള കഴിവ്, അറിവുകളും സിദ്ധികളും ഒക്കെ സ്വീകരിക്കാനുള്ള ആ ബ്രെയിനിന്റെ കപ്പാസിറ്റിയാണ് ഇത് കാണിക്കുന്നത്. ആ ജൈഗാന്റിക് ബ്രെയിനിനെയാണ് കാണിക്കുന്നത്. ഏതറിവും ഏത് സിദ്ധിയും സ്വായത്തമാക്കാനുള്ള ആ തലച്ചോറിന്റെ വിശാലത, ആ ബുദ്ധി സാമർഥ്യം, അതിനെയാണ് വലിയ തല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഭഗവാന് വലിയ ചെവിയുണ്ടല്ലേ. ഈ വലിയ ചെവി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കേൾക്കാനുള്ള കഴിവിനെ കാണിക്കുന്നു. ഒരു നല്ല നേതാവാകണമെങ്കിൽ ആദ്യം നമ്മൾ നല്ലൊരു ശ്രോതാവാകണം, ഒരു ഗുഡ് ലിസണർ ആകണം. നമ്മൾ മറ്റുള്ളവരുടെ വേദനകളും പ്രയാസങ്ങളും കേൾക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ നല്ല ഒരു നേതാവായിട്ട് മാറാൻ കഴിയുകയുള്ളൂ. അതാണ് ഭഗവാൻ ഇതിലൂടെ കാണിക്കുന്നത്. ഭഗവാൻ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നു, എല്ലാവരെയും കേൾക്കുന്നു. അതുപോലെ ഈശ്വരന്റെ ചെവി എന്ന് പറയുന്നത് മുറം പോലുള്ള ചെവിയാണ്. നമ്മൾ എന്തിനാണ് വീട്ടിൽ മുറം ഉപയോഗിക്കുന്നത്? ചീത്തയായതിനെയും തമ്മിൽ വേർതിരിക്കാനാണല്ലേ. വേണ്ടാത്തതിനെ പുറന്തള്ളാനാണ് നമ്മൾ മുറം ഉപയോഗിക്കുന്നത്. അതുപോലെയാണ് ഭഗവാന്റെ ചെവിയും. ഇതിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കേണ്ട ആവശ്യമില്ല. വേണ്ടുന്നത് മാത്രം സ്വീകരിച്ചാൽ മതി. വേണ്ടാത്തതിനെ ഒരു മുറം എങ്ങനെയാണോ പുറന്തള്ളുന്നത്, അതുപോലെ നമ്മുടെ ചെവി പുറന്തള്ളണം. ഈ ഒരു വലിയ സത്യമാണ് ഭഗവാന്റെ മുറം പോലുള്ള ചെവി നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ വലിയ ശിരസും വലിയ ചെവിയും ഒക്കെ ആണെങ്കിലും ഭഗവാന്റെ കണ്ണുകൾ എങ്ങനെയാണ്? ചെറിയ കണ്ണുകളാണല്ലേ, കുഞ്ഞു കണ്ണാണ്. അപ്പൊ ഈ ചെറിയ കണ്ണുകൾ എന്ന് പറയുന്നത് സൂക്ഷ്മ ദൃഷ്ടിയെ കാണിക്കുന്നു. എന്തിനേയും ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവിനെ കാണിക്കുന്നു. ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചാൽ അതിൽ നിന്നും കണ്ണെടുക്കാതെ അതിനുവേണ്ടി ഏകാഗ്രതയോടെ പ്രയത്നിക്കാനുള്ള ആ കഴിവിനെയാണ് കാണിക്കുന്നത്. ശാസ്ത്രം പറയുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾ സ്വാഭാവികമായിട്ടും ചുരുങ്ങും. കണ്ണുകൾ ചുരുങ്ങുമെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൃഷ്ണമണിയല്ല, പുറമേയുള്ള ഈ കണ്ണ് അത് ചുരുങ്ങും. നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ട് നമ്മുടെ കണ്ണിനെ ചുരുക്കും, നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേ ശാസ്ത്രീയമായ വശം തന്നെയാണ് ഭഗവാന്റെ ചെറിയ കണ്ണുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈശ്വരന്റെ ആ ഏകാഗ്രത, ആ കോൺസെൻട്രേഷൻ, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം. അതുപോലെ ഭഗവാന് തുമ്പിക്കൈ ഉണ്ടല്ലേ. എന്തിനാണ് ഈ തുമ്പിക്കൈ? ഒരു ആന എന്തിനാണ് തൻ്റെ തുമ്പിക്കൈ ഉപയോഗിക്കുന്നത്? ഒരു ആനയുടെ മുമ്പിൽ ഒരു വലിയ മരം തടസ്സമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ആനയ്ക്ക് തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ആ മരത്തെ പിടിതെടുക്കാൻ കഴിയും. ഒരു വലിയ തടസ്സത്തെ മാത്രമല്ല, ചെറിയൊരു മൊട്ടുസൂചി നിലത്ത് കിടന്നാൽ അതിനെ വേണമെങ്കിലും ആനയ്ക്ക് തൻ്റെ തുമ്പിക്കൈ കൊണ്ട് എടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ പ്രതിസന്ധികളെയും ചെറിയ പ്രതിസന്ധികളെയും ഒരുപോലെ നേരിടാനുള്ള കരുത്ത് നമുക്ക് വേണം. ഒരു വലിയ മരത്തെ പിഴുതെടുക്കണമെങ്കിൽ അവിടെ ശക്തി വേണം. എന്നാൽ ചെറിയൊരു മൊട്ടുസൂചി എടുക്കണമെങ്കിൽ അവിടെ ശക്തിയല്ല, കൃത്യതയാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ശക്തിയും കൃത്യതയും ഒത്തുചേരുമ്പോഴാണ് വിജയം ഉണ്ടാവുക. ആ ഒരു സത്യമാണ് ഭഗവാന്റെ തുമ്പിക്കൈ നമുക്ക് കാണിച്ചു തരുന്നത്.
അതുപോലെ ഗണപതി ഭഗവാനെ ലംബോദരൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ? ലംബോദരൻ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ വയറുള്ളവൻ. ഈ വലിയ വയറെന്ന് പറഞ്ഞാൽ എന്തിനേയും ദഹിപ്പിക്കാനുള്ള കഴിവിനെ കാണിക്കുന്നു. നമ്മുടെ വയറ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന മധുരവും ഉപ്പും പുളിയും കയ്പും ഇതിനെല്ലാം ദഹിപ്പിക്കാനാണല്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മധുരമുള്ള നിമിഷങ്ങളും ഉണ്ടാകും, കൈപ്പേറിയ അനുഭവങ്ങളും ഉണ്ടാകും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖം, ദുഃഖം, മാനം, അപമാനം ഇതിനെയെല്ലാം തന്നെ ദഹിപ്പിക്കാനുള്ള ശേഷി നമ്മുടെ മനസ്സിന് വേണം. ഇതിനെയെല്ലാം ഒരുപോലെ ഉൾക്കൊള്ളാനുള്ള വിശാലത നമ്മുടെ മനസ്സിന് വേണം. ആ ഒരു വലിയ സത്യമാണ് ഭഗവാൻ തൻ്റെ വലിയ വയറുകൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാത്തിനെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് സങ്കടം വരുമ്പോൾ തകർന്നു പോകും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഭഗവാൻ നമുക്ക് ആ കഴിവിനെ കുറിച്ച് തൻ്റെ വലിയ വയറുകൊണ്ട് പഠിപ്പിച്ചു തരുന്നത്. ഗണപതി ഭഗവാന്റെ ചില ചിത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഭഗവാന്റെ വയറിന് ചുറ്റും ഒരു നാഗത്തെ ചുറ്റിയിരിക്കുന്നത്, ഒരു പാമ്പിനെ ചുറ്റിയിരിക്കുന്നത് നമുക്ക് കാണാം. എല്ലാ ചിത്രങ്ങളിലും ഇല്ല. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭഗവാന്റെ വയറിന് ചുറ്റും നാഗത്തെ ചുറ്റിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചുറ്റിയിരിക്കുന്നതിന് കാരണമായിട്ട് ഒരു രസകരമായ ഐതിഹ്യമുണ്ട്. ഒരിക്കൽ വിനായക ചതുർത്ഥി നാളില് ഭക്തർ നൽകിയ മോദകങ്ങളും പലഹാരങ്ങളും ഒക്കെ കഴിച്ച് ഭഗവാൻ തൻ്റെ വയറൊക്കെ നിറഞ്ഞ് സംതൃപ്തനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി, എങ്കിൽ എനിക്ക് എൻ്റെ വാഹനമായിട്ടുള്ള മൂഷികന്റെ പുറത്ത് കയറി അല്പമൊന്ന് യാത്ര ചെയ്യാം. അർദ്ധരാത്രിയായിരുന്നു സമയം. ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ വാഹനമായ മൂഷികന്റെ പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. യാത്രക്കിടയിൽ വഴിയിൽ ഒരു നാഗം തടസ്സമായി പ്രത്യക്ഷപ്പെട്ടു. ഈ പാമ്പിനെ കണ്ടപ്പോൾ, അദ്ദേഹത്തിന്റെ വാഹനം എലിയാണല്ലേ, എലിക്ക് പാമ്പിനെ പേടിയാണ്. അപ്പൊ പാമ്പിനെ കണ്ടപ്പോൾ ഭയന്ന് വിറച്ച് എലി വിരളി പിടിച്ച് ഓടാൻ തുടങ്ങി. ആ വെപ്രാളത്തിനിടയിൽ ഭഗവാൻ തൻ്റെ വാഹനത്തിന്റെ പുറത്തു നിന്ന് താഴെ വീണു. വയറൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു അല്ലേ? അപ്പൊ താഴെ വീണപ്പോൾ ഭഗവാന്റെ വയറ് പൊട്ടാൻ തുടങ്ങി. കഴിച്ച മോദകങ്ങളും പലഹാരങ്ങളും ഒക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഭഗവാൻ പരിഭ്രമിച്ചില്ല. മുൻപിൽ തടസ്സമായി കിടന്ന ആ പാമ്പിനെ തന്നെ എടുത്ത് ഭഗവാൻ സ്വന്തം വയറിന് ചുറ്റും ചുറ്റി. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് കൈലാസത്തിന്റെ മുകളിൽ നിന്ന ചന്ദ്രന് തന്റെ ചിരി അടക്കി പിടിക്കാനായില്ല. ഗണപതിയുടെ ഈ രൂപം കണ്ട് ചന്ദ്രൻ പൊട്ടിച്ചിരിച്ചു. ചന്ദ്രന്റെ ഉള്ളിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. താൻ വലിയ സുന്ദരനാണ്, വലിയ പ്രകാശമുള്ളവനാണ്. അപ്പൊ ഈ ഗണപതിയുടെ ഈ രൂപം കണ്ടപ്പോ ചന്ദ്രൻ പരിഹസിച്ചു ചിരിച്ചു. അപ്പൊ തന്നെ നോക്കി പരിഹസിക്കുന്ന ചന്ദ്രനെ ഭഗവാൻ ശപിച്ചു. ഭഗവാൻ പറഞ്ഞു, ഈ ദിവസം നിന്നെ ആര് നോക്കിയാലും അവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. ഈ ഒരു ശാപമുള്ളത് കൊണ്ടാണ് നമ്മളോട് പറയുന്നത് വിനായക ചതുർത്ഥി നാളില് ചന്ദ്രനെ നോക്കരുതെന്ന്. ആ ഒരു വിശ്വാസം നമ്മൾ ഇപ്പോഴും തുടർന്നു പോകുന്നു. വിനായക ചതുർത്ഥി നാളുകളിൽ നമ്മൾ ചന്ദ്രനെ നോക്കാറില്ല അല്ലേ? അപ്പൊ ഈ കഥയിലൂടെ ഭഗവാൻ നമുക്കൊരു പാഠം പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ പരിഹസിക്കാൻ പാടില്ല. ചന്ദ്രന്റെ ഉള്ളില് താൻ വലിയ സുന്ദരനാണെന്ന് അഹങ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രനെ ശപിക്കുന്നതിലൂടെ ഭഗവാൻ നമുക്ക് തരുന്ന സന്ദേശം വ്യക്തമാണ്. നമ്മുടെ പദവിയോ ഐശ്വര്യമോ സൗന്ദര്യമോ അറിവോ ഒന്നും തന്നെ നമ്മളെ അഹങ്കാരികളാക്കി മാറ്റാൻ പാടില്ല. അറിവ് കൂടുന്തോറും നമുക്ക് വിനയവും കൂടണം. അതാണ് യഥാർത്ഥ വിദ്യയുടെ ലക്ഷ്യം. വിദ്യ കൂടുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിവ് കൂടണം. ആ വിനയം നമുക്ക് വേണം. നമ്മുടെ ഉള്ളിൽ എനിക്കെല്ലാം അറിയാം, എനിക്കിനി അറിയാൻ ഒന്നുമില്ല, ഞാൻ എല്ലാം തികഞ്ഞ വ്യക്തിയാണ് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ കൂടുതൽ അറിവ് നമ്മളിലേക്ക് വരില്ല. ഒരു നിറഞ്ഞ പാത്രത്തിലേക്ക് നമുക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാൻ പറ്റുമോ? ഇല്ല, ആ വെള്ളം തുളുമ്പിപ്പോകും. അതുപോലെയാണ് നമ്മുടെ ഉള്ളിലും. എല്ലാം അറിയാമെന്നുള്ള ഭാവമുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളിലേക്ക് അറിവ് ചൊരിയില്ല. എന്നാൽ എനിക്ക് ഇനിയും മനസ്സിലാക്കാനുണ്ട്, ഇനിയും കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി അറിവുള്ളവരുടെ മുൻപിൽ വിനയത്തോടുകൂടി ഇരുന്ന് ആ അറിവിനെ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളിലേക്ക് അറിവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. നമുക്കറിയാം, മഹാഭാരതം വ്യാസന്റേതാണല്ലേ. എന്നാൽ ഈ മഹാഭാരതം വ്യാസൻ എഴുതിപ്പിക്കുന്നത് ഗണപതിയെ കൊണ്ടാണ്. അദ്ദേഹം ഇതിന് ഗണപതിയെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഗണപതിയുടെ അറിവിനോടുള്ള വിനയമാണ്, അറിവിനോടുള്ള ആദരവ് കൊണ്ടാണ്. വ്യാസമഹർഷി തൻ്റെ മനസ്സിൽ മഹാഭാരതത്തിന്റെ ശ്ലോകങ്ങളെല്ലാം രചിച്ചു കഴിഞ്ഞു, മനസ്സിൽ രചിച്ചു. എന്നാൽ ആ അറിവ് ലോകത്തിന് പകർന്നു നൽകാൻ വേണ്ടി തൻ്റെ വേഗതയ്ക്കൊത്ത് കൃത്യതയോടുകൂടി തെറ്റുകളില്ലാതെ എഴുതാൻ പറ്റുന്ന ഒരു ലേഖകനെ അദ്ദേഹത്തിന് വേണമായിരുന്നു.
സ്വന്തമായിട്ട് എഴുതാൻ നിന്നാൽ ഒരുപാട് നാളുകൾ എടുക്കും എഴുതി പൂർത്തിയാക്കാൻ. അതുകൊണ്ട് വ്യാസമഹർഷി പറഞ്ഞു കൊടുക്കുന്ന ശ്ലോകങ്ങൾ തൻ്റെ വേഗതയ്ക്കൊത്ത് തെറ്റില്ലാതെ എഴുതാൻ പറ്റിയൊരു ലേഖകനെ വേണം. അങ്ങനെ അദ്ദേഹം ബ്രഹ്മാവിനെ ധ്യാനിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, ഈ ഒരു കർത്തവ്യം നിർവഹിക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി ബുദ്ധിയുടെയും സിദ്ധിയുടെയും അധിപനായിട്ടുള്ള ഗണപതി തന്നെയാണ്. അങ്ങനെ അദ്ദേഹം കൈലാസത്തിലെത്തി ഗണപതിയെ ചെന്ന് കണ്ടു. ഗണപതിയോട് തൻ്റെ ആഗ്രഹം, തൻ്റെ ആവശ്യം അറിയിച്ചു. അപ്പോൾ ഗണപതി പറഞ്ഞു, ശരി, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ മഹാഭാരതം രചിച്ചു തരാം. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. ഞാൻ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ എഴുത്താണ് ഞാൻ താഴെ വയ്ക്കില്ല, തൂലിക താഴെ വയ്ക്കില്ല. എൻ്റെ എഴുത്തിന് ഇടയ്ക്ക് തടസ്സമുണ്ടാകാൻ പാടില്ല, ഇടയ്ക്ക് വിഘ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങൊരു ശ്ലോകം പറഞ്ഞു തന്നു, അത് ഞാൻ എഴുതി തീരുന്നതിന് മുൻപ് അങ്ങ് അടുത്ത ശ്ലോകം പറയണം. ഇടയ്ക്ക് തടസ്സമുണ്ടായാൽ ആ നിമിഷം ഞാൻ എഴുത്തുപേക്ഷിച്ചു പോകും. അപ്പൊ ഇത് കേട്ടപ്പോൾ വ്യാസമഹർഷി ചിന്തിച്ചു, ഭഗവാന്റെ വേഗതയ്ക്കൊത്ത് തൻ്റെ മനസ്സിലുള്ള ശ്ലോകങ്ങളെ കൃത്യമായി ക്രമപ്പെടുത്തി പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ബുദ്ധിപരമായിട്ടൊരു നിബന്ധന അങ്ങോട്ട് വെച്ചു. അദ്ദേഹം പറഞ്ഞു, ശരി പ്രഭു, അങ്ങ് അങ്ങയുടെ എഴുത്ത് നിർത്തണ്ട, പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. അങ്ങ് ഓരോ വരി എഴുതുമ്പോഴും ആ വരിയുടെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതൊരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിരുന്നു. കാരണം മഹാഭാരതത്തിൻ്റെ ഇത്രയും കഠിനമായിട്ടുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം കൂടി മനസ്സിലാക്കി എഴുതുമ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് വ്യാസമഹർഷിക്ക് തൻ്റെ അടുത്ത ശ്ലോകങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഗണപതി ഭഗവാൻ പറഞ്ഞു, ശരി പ്രഭു, ശരി, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഈ നിബന്ധന അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ കർത്തവ്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. ഇങ്ങനെ എഴുതി വന്നപ്പോൾ, അതിവേഗതയിലാണ് ഗണപതി ഭഗവാൻ എഴുതുന്നത്. എഴുതി വന്നപ്പോൾ ഗണപതി ഭഗവാന്റെ എഴുത്താണി ഒടിഞ്ഞുപോയി. എഴുത്താണി ഒടിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ നിബന്ധന ഓർത്തു. എഴുത്താണി താഴെ വെക്കില്ല എന്ന് പറഞ്ഞിരുന്നു അല്ലേ? എഴുത്താണി താഴെ വെക്കില്ല, എഴുത്തിനിടയ്ക്ക് വിഘ്നം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എഴുത്താണി ഒടിഞ്ഞു പോയത് കൊണ്ട് ഇടയ്ക്ക് തടസ്സം വരാൻ പാടില്ലല്ലോ. അടുത്തൊരെണ്ണം കൊണ്ടുവരുമ്പോഴത്തേക്ക് സമയമെടുക്കും. അതുകൊണ്ട് അദ്ദേഹം ഒട്ടും മടിച്ചില്ല. തൻ്റെ വലത്തേക്കും പൊടിച്ച് മഷിയിൽ മുക്കി ബാക്കിയുള്ള മഹാഭാരതത്തിൻ്റെ ഭാഗങ്ങൾ എഴുതി പൂർത്തിയാക്കി. അപ്പോൾ അങ്ങനെയാണ് ഭഗവാൻ ഏകദന്തനായി മാറിയത് എന്നൊരു വിശ്വാസമുണ്ട്. ഭഗവാനെ നമ്മൾ വന്ദിക്കുന്നത് എങ്ങനെയാ? ഏകദന്തായ വക്രതുണ്ടായ ഗൗരീതനയായ ധീമഹി ഗജേശാനായ ബാലചന്ദ്രായ ശ്രീഗണേശായ ധീമഹി. അല്ലേ? അപ്പൊ ഭഗവാൻ ഏകദന്തനായി മാറിയത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ഭഗവാന് നേരത്തെ 2 കൊമ്പുകളും ഉണ്ടായിരുന്നു. എന്നാൽ ലോകത്തിന് അറിവ് പകർന്നു നൽകുന്നതിന് വേണ്ടി തൻ്റെ ആരോഗ്യമോ സൗന്ദര്യമോ ഒന്നും ഭഗവാൻ വകവെച്ചില്ല. അതെല്ലാം ത്യാഗം ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. ഈ കഥ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാടധികം പാഠങ്ങൾ വരുന്നുണ്ട്. ഭഗവാൻ മുന്നോട്ട് വെച്ച നിബന്ധന എന്തായിരുന്നു? താൻ എഴുത്താണി താഴെ വെക്കില്ല, തൂലിക താഴെ വെക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട സ്ഥിരോത്സാഹതയും കഠിനാധ്വാനത്തെയുമാണ് ഇത് കാണിക്കുന്നത്. കുട്ടികൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണമെന്ന് പറയുമല്ലേ? ആ സ്ഥിരോത്സാഹതയാണ് തൻ്റെ നിബന്ധനയിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ വ്യാസമഹർഷി മുന്നോട്ട് വെച്ച നിബന്ധന എന്തായിരുന്നു? എന്തെഴുതിയാലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതായത് നമ്മൾ എന്ത് പഠിച്ചാലും അത് ആഴത്തിൽ മനസ്സിലാക്കണം. വെറുതെ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല വിദ്യാഭ്യാസം. മറിച്ച് എന്ത് പഠിച്ചാലും അത് ആഴത്തിൽ മനസ്സിലാക്കി പഠിക്കണം. ഡീപ്പ് ലേണിംഗ് നമുക്ക് വേണം. ഈ ഒരു വലിയ സത്യമാണ് വ്യാസമഹർഷി തൻ്റെ നിബന്ധനയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ ഈ ലോകം മുഴുവൻ വണങ്ങുന്ന ഗണപതി ഭഗവാൻ ഒരു മഹർഷിയുടെ മുൻപിൽ ഒരു ലേഖകനായിട്ടിരിക്കണമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അറിവിനോടുള്ള വിനയം കൊണ്ടാണ്, അറിവിനോടുള്ള ആദരവ് കൊണ്ടാണ്. അദ്ദേഹത്തിന് അഹങ്കാരമില്ലാത്തത് കൊണ്ടാണ് സാധിച്ചത്. ഞാൻ വലിയ ഈശ്വരനാണ്, എനിക്കൊരു മഹർഷിയുടെ മുമ്പിൽ ലേഖകനായിട്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അഹങ്കാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് മഹാഭാരതം രചിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഗണപതി ഭഗവാന്റെ ഉള്ളിൽ അഹങ്കാരമില്ലായിരുന്നു, വിനയമുണ്ടായിരുന്നു. നമ്മൾ ഈശ്വരന്റെ മുൻപിൽ നാളികേരം ഉടയ്ക്കുമല്ലേ? തേങ്ങ ഉടയ്ക്കാറില്ലേ? എന്തിനാണ് നമ്മൾ നാളികേരം ഉടയ്ക്കുന്നത്? നാളികേരത്തിന്റെ പുറത്തുള്ള ആ കട്ടിയുള്ള തോടിനെ നമ്മുടെ ഉള്ളിലെ അഹങ്കാരമായിട്ട് കണക്കാക്കിയാൽ ആ അഹങ്കാരമാകുന്ന തോട് ഉടയുമ്പോഴാണ് അകത്തുള്ള വെളുത്ത ഭാഗം നമ്മൾ കാണുന്നത് അല്ലേ? തേങ്ങയുടെ വെളുത്ത ഭാഗം, അതാണ് നമ്മുടെ ഉള്ളിലെ ശുദ്ധിയുള്ള, ഭക്തിയുള്ള, ശുദ്ധമായ മനസ്സെന്ന് പറയുന്നത്. അഹങ്കാരം ഉടയുമ്പോൾ മാത്രമാണ് ആ ശുദ്ധമായ മനസ്സ് നമുക്ക് കാണാൻ സാധിക്കുക.
ഭഗവാന്റെ മുൻപിൽ നമ്മൾ തേങ്ങ കൊണ്ടുവയ്ക്കുകയല്ല, എറിഞ്ഞുടയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ അഹങ്കാരത്തെ എറിഞ്ഞുടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമാണ് നമുക്ക് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കാനുള്ള അവകാശം കിട്ടുന്നത്. അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഉള്ളില്. ഓരോ തേങ്ങ ഉടയുമ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം, എൻ്റെ ഉള്ളിലെ അഹങ്കാരം ഞാൻ ഭഗവാന്റെ ഉള്ളിൽ എറിഞ്ഞുടച്ചു. എൻ്റെ ആ ശുദ്ധമായ മനസ്സിനെയാണ് ഞാൻ ഈശ്വരന്റെ മുൻപിൽ സമർപ്പിക്കുന്നത്. ആ ഒരു പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം ഓരോ നാളികേരവും ഉടയ്ക്കേണ്ടത്. അല്ലാതെ മനസ്സിൽ അഹങ്കാരം വെച്ചുകൊണ്ട് നമ്മൾ ഇനി എത്ര തേങ്ങ ഉടച്ചു എന്ന് പറഞ്ഞിട്ടും അർത്ഥമില്ല, എത്ര നാളികേരം ഉടച്ചു എന്ന് പറഞ്ഞിട്ടും അർത്ഥമില്ല. അപ്പോൾ അഹങ്കാരം ഉടഞ്ഞു കഴിയുന്ന ഒരു ഭക്തന്റെ മനസ്സിലാണ് വിനയം ഉണ്ടാവുക. ആ വിനയമാണ് കറുക നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ഈശ്വരന്റെ മുൻപിൽ കറുക അർപ്പിക്കാറുണ്ടല്ലേ? എന്തിനാണ് ഭഗവാന് നമ്മൾ കറുക അർപ്പിക്കുന്നത്, കറുകമാല കൊടുക്കുന്നത്? അതിന് പിന്നില് ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ഭഗവാൻ അനലാസുരൻ എന്ന അസുരനെ വിഴുങ്ങി. അപ്പൊ ഈ അസുരനെ വിഴുങ്ങിയപ്പോ ഭഗവാന്റെ ഉള്ളില് ക്രോധത്താൽ ചൂട് അനുഭവപ്പെട്ടു. ആ ചൂടിനെ തണുപ്പിക്കാൻ ഒരു ദേവന്മാർക്കും കഴിഞ്ഞില്ല. അങ്ങനെ ഋഷിമാര് 21 കറുകപ്പുല്ല് ഭഗവാന്റെ ശിരസിൽ വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്രോധം ശമിച്ച് അദ്ദേഹം ശാന്തനായി. അപ്പോൾ ഈശ്വരന്റെ മുൻപിൽ നമ്മൾ കറുക അർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട പ്രാർത്ഥന എന്താണ്? എൻ്റെ ഉള്ളിലെ അഹങ്കാരമാകുന്ന, ക്രോധമാകുന്ന ആ ചൂടിനെ അകറ്റി എൻ്റെ മനസ്സിനെ ശാന്തമാക്കണേ, തണുപ്പിക്കണേ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം നമ്മൾ ഭഗവാന്റെ മുൻപിൽ കറുക അർപ്പിക്കേണ്ടത്. ഇവിടെ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് ആരുടെ ആണെങ്കിലും ഒന്ന് സമീപിക്കേണ്ടതാണ് കേട്ടോ. ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ മുൻപിൽ നമ്മൾ കറുക അർപ്പിക്കുന്നു. കറുക അർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം, എൻ്റെ ഉള്ളിലെ ആ ക്രോധമാകുന്ന ചൂടിനെ അകറ്റി എൻ്റെ ഉള്ളിൽ തണുപ്പിക്കണമേ എന്ന പ്രാർത്ഥന. കറുക നമുക്ക് എന്താ പഠിപ്പിച്ചു തരുന്നത്? എവിടെയും വളരുന്ന ചെടിയാണ് കറുക, അല്ലെ? നിലംപെറ്റ് വളരുന്ന ചെടിയാണ് കറുക. ഈശ്വരന് ഏറ്റവും പ്രാധാന്യം പുഷ്പങ്ങളല്ല, മറിച്ച് കറുക പുല്ലാണ്. അതൊരു പോച്ചയാണ്, നമ്മൾ നടക്കുമ്പോൾ പോലും ചവിട്ടി തേച്ച് പോകുന്നതാണ്, അല്ലെ? ആ കറുക നമ്മളെ പഠിപ്പിക്കുന്നത് വിനയത്തെ കുറിച്ചാണ്. അഹങ്കാരമുടഞ്ഞ ഒരു ഭക്തന് മാത്രമേ കറുകയെ പോലെ വിനയമുള്ളവനാകാൻ കഴിയൂ. അതുപോലെ ഈശ്വരന്റെ മുമ്പിൽ നമ്മൾ ഏത്തമിടാറുണ്ടല്ലേ? എന്തിനാണ് ഭഗവാന്റെ മുമ്പിൽ ഏത്തമിടുന്നത്? നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ്. ഏത്തമിടുമ്പോൾ നമ്മൾ നമ്മുടെ 2 കൈകളും പിടിച്ച് ചെവിയിൽ പിടിച്ചാണ് ഏത്തമിടുന്നത്. ഈ ഏത്തമിടലിനെ തന്നെയാണ് ഇന്ന് സൂപ്പർ ബ്രെയിൻ യോഗ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ ചെവിയിൽ പിടിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഉറങ്ങിക്കിടക്കുന്ന കോശങ്ങൾ, ഉറങ്ങിക്കിടക്കുന്ന സെല്ലുകൾ ഉണരുന്നു. പണ്ടത്തെ അധ്യാപകര് കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ചെവിയിൽ പിടിക്കുമായിരുന്നു, അല്ലേ? ഈ ചെവിയിൽ പിടിക്കുന്നത് എന്തിനാ? നമ്മുടെ ബ്രെയിൻ ഉണരാനാണ്. ചെവിയിൽ പിടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഉണരുന്നു, ഏകാഗ്രത കൂടുന്നു, ബുദ്ധി വർദ്ധിക്കുന്നു. അപ്പോൾ ഗണപതി ഭഗവാനെ നമ്മുടെ ബുദ്ധിയുടെയും സിദ്ധിയുടെയും ദേവനായിട്ടാണ് കാണുന്നത്. ആ ഭഗവാന്റെ മുൻപിൽ ഏത്തമിടുമ്പോൾ തന്നെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ ബുദ്ധി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഗണപതി ഭഗവാന്റെ വാഹനം എന്ന് പറയുന്നത് ആരാണ്? മൂഷികനാണ്, അല്ലേ? എന്തുകൊണ്ടാണ് ഭഗവാൻ ഒരു നിസ്സാരനായ എലിയെ തന്നെ വാഹനമാക്കിയത്? വേണമെങ്കിൽ ഭഗവാന് പുലിയോ സിംഹത്തെയോ ആനയോ ഒക്കെ തന്റെ വാഹനമാക്കാമായിരുന്നു. എന്നാൽ ഭഗവാൻ ഒരു മൂഷികനെയാണ് തന്റെ വാഹനമാക്കിയത്. എങ്ങനെയാണ് ഇത്രയും വലിയ ഈശ്വരൻ ഒരു കുഞ്ഞ് എലിയുടെ പുറത്തിരിക്കുന്നത്? ഭഗവാൻ മൂഷികനെ വാഹനമാക്കുന്നതിന് പിന്നിലും ഒരു പ്രസിദ്ധമായ ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ഗജമുഖാസുരൻ എന്ന പേരുള്ള ഒരു അസുരൻ ശിവഭഗവാനെ തപസ് ചെയ്ത് അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചു. അങ്ങനെ ശിവഭഗവാനിൽ നിന്നും ഗജമുഖാസുരൻ ഒരു വരം വാങ്ങി. മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ദേവന്മാർക്കോ എന്നെ വധിക്കാൻ സാധിക്കരുത്, ആയുധങ്ങൾ കൊണ്ട് എന്നെ വധിക്കാൻ കഴിയരുത്. ഈ വരം ഭഗവാൻ ഗജമുഖാസുരന് കൊടുത്തു. ഈ വരം ലഭിച്ചപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഞാൻ അജയ്യനായി മാറിയിരിക്കുന്നു, എന്നെ ഇനി ആർക്കും വധിക്കാനാവില്ല. ഈ അഹങ്കാരത്തോടുകൂടി ഗജമുഖാസുരൻ മനുഷ്യരെയും ഋഷിമാരെയും ദേവന്മാരെയും ഒക്കെ ആക്രമിക്കാൻ തുടങ്ങി. ഈ അസുരനെ കൊണ്ട് പൊറുതിമുട്ടിയ ദേവന്മാർ ഗണപതിയെ ഗജമുഖാസുരമായി യുദ്ധം ചെയ്യാൻ പറ്റും.
കാരണം ഗണപതിക്ക് ഗജത്തിന്റെ മുഖവും മനുഷ്യന്റെ ശരീരവുമാണ്. അതുപോലെ തന്നെ പറയപ്പെടുന്നത് ഗണപതി തൻ്റെ വലത്തെ കൊമ്പൊടിച്ച് ഗജമുഖാസുരനുമായി യുദ്ധം ചെയ്തു എന്നാണ്. അപ്പോൾ ഗണപതി ഭഗവാൻ ഏകദന്തനായതിന് പിന്നിൽ മറ്റൊരു വിശ്വാസം കൂടി ഞാൻ പറഞ്ഞു അല്ലേ, മഹാഭാരതം രചിക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ കൊമ്പൊടിച്ചു എന്ന്. ഇങ്ങനെ ഒരു കഥയിൽ ഗജമുഖാസുരനുമായി യുദ്ധം ചെയ്യുമ്പോൾ ആയുധം ഉപയോഗിക്കാൻ പാടില്ലല്ലോ, അപ്പോൾ ഭഗവാൻ തൻ്റെ വലത്തെ കൊമ്പൊടിച്ച് ഗജമുഖാസുരനുമായി യുദ്ധം ചെയ്തു എന്നും ഒരു വിശ്വാസം നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ഗജമുഖാസുരനെ പിടിച്ചു നിൽക്കാനായില്ല. അപ്പൊ ഭഗവാനിൽ നിന്നും ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരു മൂഷികന്റെ രൂപമെടുത്തു, വലിയൊരു എലിയുടെ രൂപമെടുത്തു. അങ്ങനെ ഭഗവാനിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഗണപതി ഭഗവാൻ ആ മൂഷികനെ പിടികൂടി അവന്റെ പുറത്ത് കയറിയിരുന്നു. ഭഗവാൻ പുറത്ത് കയറിയിരുന്നപ്പോ ആ അസുരന് ഭഗവാന്റെ ഭാരം സഹിക്കാനാകാതെ വേദന കൊണ്ട് അനങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ അസുരൻ ഭഗവാന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു, ഭഗവാനെ അങ്ങെനിക്ക് ക്ഷമ നൽകണം, എന്നും അങ്ങയുടെ വാഹനമായിട്ടിരിക്കാനുള്ള അനുഗ്രഹം അങ്ങ് എനിക്ക് തരണം. അപ്പൊ ഇത് കേട്ട് ഭഗവാൻ സമ്മതിച്ചു, ഈ എന്നും എൻ്റെ വാഹനമായിരിക്കും. അങ്ങനെയാണ് മൂഷികനെ ഭഗവാൻ തന്നെ വാഹനമാക്കുന്നത്. ഈ കഥയിൽ നമുക്കൊരു പാഠം തരുന്നുണ്ട്. എലിയുടെ സ്വഭാവം എങ്ങനെയാണ്? എലികൾ ഒരിടത്തും അടങ്ങിയിരിക്കില്ല, എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും അല്ലേ. എലികളെ അടക്കി നിർത്താൻ പാടാൻ എപ്പോഴും അവർ എന്തെങ്കിലും വസ്തുക്കൾ കരണ്ട് നിന്നുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സും അങ്ങനെയാണ്, ആഗ്രഹങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കും. ഗണപതി ഭഗവാനെ നമ്മുടെ ബുദ്ധിയുടെയും അറിവിന്റെയും അധിപനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഗണപതി ഭഗവാൻ എലിയുടെ പുറത്ത് കയറിയിരുന്ന എലിയെ നിയന്ത്രിച്ചു. അതുപോലെ ആയിരിക്കണം നമ്മളും, അറിവും ബുദ്ധിയും കൊണ്ട് നമ്മുടെ ചഞ്ചലമായ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. ഈ ഒരു പാഠമാണ് ഭഗവാൻ മൂഷികനെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ നമ്മുടെ ഉള്ളിലൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഗണപതി ഭഗവാൻ ഇത്രയും വലിയ ഈശ്വരൻ ഒരു കുഞ്ഞി എലിയുടെ പുറത്തിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണം, ഗജമുഖാസുരന്റെ ഉള്ളില് അഹങ്കാരം ഉണ്ടായിരുന്നപ്പോൾ ഭഗവാൻ അവന്റെ പുറത്ത് കയറിയിരുന്നപ്പോൾ അവനത് വേദനയായിട്ട് തോന്നി. അവന് ഭഗവാന്റെ ഭാരം താങ്ങാനായില്ല. എന്നാൽ തൻ്റെ അഹങ്കാരം വെടിഞ്ഞ് ഈശ്വരനിൽ ശരണം പ്രാപിച്ചപ്പോൾ പിന്നീട് ആ മൂഷികൻ തന്നെയാണ് ഭഗവാനെ വഹിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അഹങ്കാരം ഒഴിയുമ്പോഴാണ്, വിനയം നമ്മളിൽ വരുമ്പോഴാണ് ഈശ്വരനെ വഹിക്കാനുള്ള കരുത്ത് നമുക്ക് കിട്ടുന്നത്. അഹങ്കാരമില്ലാത്തിടത്ത് മാത്രമേ ഭഗവാൻ കുടിയിരിക്കുകയുള്ളൂ. അതിനൊരു വലിയ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്ന കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് വലിയൊരു ഐതിഹ്യമുണ്ട്. കൊട്ടാരക്കരയില് 2 പ്രധാന ക്ഷേത്രങ്ങളായിരുന്നു, പടിഞ്ഞാറ്റിങ്ങര ശിവക്ഷേത്രവും. പണ്ട് പടിഞ്ഞാറ്റിങ്ങര ശിവക്ഷേത്രത്തില് നിർമ്മാണ പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെരുന്തച്ഛൻ അവിടെ എത്തിയിരുന്നു പണി ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ദിവസം പണിയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ കൈ കഴുകാനായിട്ട് അടുത്തുള്ള ഒരു പറമ്പിലൂടെ പോകുമ്പോൾ അവിടെ ഒരു പ്ലാന്തടി വീണ് കിടക്കുന്നത് കണ്ടു. ഈ തടി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളില് ഒരു ഗണപതി വിഗ്രഹം തെളിഞ്ഞു വന്നു. അങ്ങനെ പെരുന്തച്ഛൻ തൻ്റെ ഉടിയും ചുറ്റികയും ഒക്കെ എടുത്ത് ഒരു ഗണപതി വിഗ്രഹത്തെ കൊത്തിയെടുത്തു. എന്നാൽ കൊത്തുപണികളെല്ലാം തീർന്ന് ആ വിഗ്രഹവുമായിട്ട് പടിഞ്ഞാറ്റിൻകരയിലെ പ്രധാന പൂജാരിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വിഗ്രഹത്തെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ കഴിയില്ല, ഇത് ശിവന്റെ അമ്പലമാണ്, ഇവിടെ ഞങ്ങൾ ഗണപതിയെ പ്രതിഷ്ഠിക്കില്ല. ഈ വക കാര്യങ്ങളിൽ എനിക്കുള്ള അറിവ് താങ്കൾക്കില്ല, അതുകൊണ്ട് താങ്കൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് പറയണ്ട, ഈ വിഗ്രഹത്തെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നില്ല. അഹങ്കാരത്തോടുകൂടി പടിഞ്ഞാറ്റിൻകരയിലെ പൂജാരി പെരുന്തച്ഛനെ തിരസ്കരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളില് വിഷമവും സങ്കടവും ഒക്കെ തോന്നിയെങ്കിലും അദ്ദേഹം അടുത്തുള്ള കിഴക്കേക്കര ശിവക്ഷേത്രത്തിൽ സമീപിച്ചു. അവിടെ എത്തി പൂജാരിയോട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. പൂജാരി അപ്പോൾ ശിവഭഗവാനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ വിഗ്രഹം കണ്ടപ്പോൾ അതിൻ്റെ കൊത്തുപണികളിലും അതുപോലെ പെരുന്തച്ഛൻ്റെ ഭക്തിയിലും ആകൃഷ്ടനായി. അദ്ദേഹം പറഞ്ഞു, പടിഞ്ഞാറ്റിൻകരക്കാർക്ക് വേണ്ടെങ്കിൽ വേണ്ട, കിഴക്കേക്കരയിൽ അച്ഛനും മകനും ഒരുമിച്ചിരിക്കട്ടെ. അങ്ങനെ ഗണപതി ഭഗവാനെ ഒരു ഉപദേവനായിട്ട് കിഴക്കേക്കര ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ പെരുന്തച്ഛൻ പറഞ്ഞു, ഉണ്ണി ഗണപതിക്ക് വിശക്കുന്നുണ്ടാവും, എന്താണ് കൊടുക്കാൻ കഴിയുക? അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൂജാരി അവിടെ ഇരുന്ന അരിപ്പൊടിയും ശർക്കരയും നെയ്യും കദളിപ്പഴവും ഒരുമിച്ച് ഉരുട്ടി നെയ്യിൽ ചുട്ടെടുത്തു. അങ്ങനെ ഭഗവാൻ അത് നിവേദിച്ചു. അതായിരുന്നു ആദ്യത്തെ ഉണ്ണിയപ്പം. ഈ ഉണ്ണിയപ്പം ഭഗവാൻ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു എന്നാണ് വിശ്വാസം. ആ വിശ്വാസം ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ടല്ലേ.
ഇപ്പോഴും കൊട്ടാരക്കരയുടെ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണ്. ഭഗവാന്റെ മുന്നിൽ വെച്ചാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഉണ്ണി ഗണപതിയാണ് ഇവിടെ ഇരിക്കുന്നത്. കൊച്ചുകുട്ടിയുടെ ഭാവത്തിലാണ്. കൊച്ചുകുട്ടികൾക്ക് അമ്മമാർ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ, പാകം ചെയ്യുമ്പോൾ അത് ചൂടോടെ എടുത്ത് കഴിക്കാൻ വലിയ ഇഷ്ടമാണല്ലേ? അതുപോലെയാണ് ഭഗവാനും. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗന്ധം ഭഗവാൻ നേരിട്ട് സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ശാന്ത സ്വരൂപനായിട്ടാണ് കൊട്ടാരക്കരയിലെ ഗണപതി ഇരിക്കുന്നത്. അത് ഭഗവാന്റെ തുമ്പിക്കൈയുടെ ദിശ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇവിടുത്തെ ഗണപതി ഇടംപിരി ഗണപതിയാണ്. ഇടംപിരി എന്ന് പറഞ്ഞാൽ എന്താ? ഇടത്തോട്ട്, ഭഗവാന്റെ ഇടതുഭാഗത്തേക്ക് തുമ്പിക്കൈ വളച്ചു പിടിക്കുന്ന ഗണപതി. നമ്മുടെ ശരീരത്തിലെ ഇടാനാടി, ഇടതു ഭാഗത്തുള്ള ഇടാനാടി അഥവാ ചന്ദ്രനാടിയാണ് ഇടംപിരി ഗണപതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചന്ദ്രനാടി, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? ശാന്തിയുടെയും സമാധാനത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ പ്രതീകമാണ്. അപ്പൊ സമാധാനപരമായിട്ട് ഐശ്വര്യം നേടുന്നവര് ഇടംപിരി ഗണപതിയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതലും വീടുകളിലൊക്കെ നമ്മൾ ഇടംപിരി ഗണപതിയെ വെക്കാറുള്ളത്. വീട്ടിലും വേണ്ടതെന്താ? കുടുംബജീവിതത്തിലും ശാന്തിയും സമാധാനവുമാണ് വേണ്ടത്. മാനസികമായ വികസനത്തിന്, മാനസിക ഉത്തേജനത്തിന് നമ്മൾ ഇടംപിരി ഗണപതിയാണ് പ്രാർത്ഥിക്കാറുള്ളത്. അതുപോലെ ചില ക്ഷേത്രങ്ങളിൽ വലംപിരി ഗണപതി ഉണ്ടാകാറുണ്ട്. ഈ വലംപിരി ഗണപതി എന്നാൽ നമ്മുടെ ശരീരത്തിലെ വലതു ഭാഗത്തുള്ള പിംഗളാനാടിയെ അഥവാ സൂര്യനാടിയെ കാണിക്കുന്നു. സൂര്യൻ എന്നാൽ തേജസ്സിന്റെയും ഊർജത്തിന്റെയും പ്രതീകമാണ്, ആത്മാവിന്റെ പ്രതീകമാണ്. ആത്മീയമായ വളർച്ചയ്ക്ക് വലംപിരി ഗണപതിയാണ് പ്രാർത്ഥിക്കുന്നത്. വലംപിരി ഗണപതിയെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ചിട്ടവട്ടങ്ങളും ക്രമങ്ങളും ഒക്കെ ഉണ്ട്. ചെറിയ തെറ്റ് പോലും വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വീടുകളിൽ കൂടുതലും ഇടംപിരി ഗണപതിയെ വെക്കുന്നത്. നമ്മുടെ കൊട്ടാരക്കര ഗണപതിയും ഇടംപിരി ഗണപതിയാണ്. ശാന്ത സ്വരൂപനായ ഗണപതിയാണ്. അപ്പോൾ നമ്മൾ കണ്ടു, പടിഞ്ഞാറ്റിൻകരക്കാര് അഹങ്കാരത്തോടെ ഭഗവാനെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ ഇരുന്നില്ല, ഐശ്വര്യം അവിടെ കൊടുത്തില്ല. കിഴക്കേക്കരക്കാര് സ്നേഹത്തോടെ, ആദരവോടെ, വിനയത്തോടെ ഭഗവാനെ സ്വീകരിച്ചു. ഭഗവാൻ അവിടെ ഇരുന്നു, ഐശ്വര്യം ചൊരിഞ്ഞു, ഉണ്ണിയപ്പത്തിന്റെ മധുരം അവിടെ കൊടുത്തു. അപ്പോൾ അഹങ്കാരം എങ്ങനെയാണ് നമ്മുടെ ഐശ്വര്യത്തെയും അറിവിനെയും തകർക്കുന്നത് എന്ന പാഠമാണ് ഈ ഗണപതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അതേ പാഠം തന്നെയാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രാവണന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ആരാണ് രാവണൻ? 10 തലയോളം ബുദ്ധിയുള്ളവൻ, ലങ്കയുടെ അധിപതി, ശാസ്ത്രങ്ങളും വേദങ്ങളും ഒക്കെ ഹൃദയസ്ഥമാക്കിയവൻ. ഇതിലെല്ലാം ഉപരിയായിട്ട് രാവണന്റെ ഘോരമായ തപസ്സിൽ സംപ്രീതിച്ച് മഹാദേവൻ ഒരു വരം കൊടുത്തു. നീ ആയിരിക്കും എൻ്റെ പരമഭക്തൻ. ഈ ഒരു വരം കൂടി കിട്ടിയപ്പോൾ രാവണൻ ഒരുപാട് അഹങ്കരിച്ചു. അങ്ങനെ ഒരു ദിവസം അഹങ്കാരിയായ രാവണൻ കൈലാസത്തിലെത്തി. അപ്പോൾ കൈലാസത്തിലെത്തിയപ്പോൾ ഭഗവാനോട് ചോദിച്ചു, അല്ലയോ പ്രഭോ, അങ്ങ് എന്തിനാണ് ഒരു കാട്ടാളനെ പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? അങ്ങ് ലങ്കയിലേക്ക് വന്നാലും അവിടെ ഞാൻ അങ്ങക്ക് വലിയ മണിമാളിക പണിതു തരാം. ഇത് കേട്ട് മഹാദേവൻ പറഞ്ഞു, രാവണ, ഞാനിവിടെ പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിക്കുന്നത്. ഈ കൈലാസം വിട്ട് ഒരു മണിമാളികയിലേക്കും ഞാനില്ല. ഇത് കേട്ടപ്പോ രാവണന്റെ ഉള്ളില് ദേഷ്യവും വിഷമവും ഒക്കെ തോന്നി. രാവണൻ ചിന്തിച്ചു, ഞാനല്ലേ ഭഗവാന്റെ പരമഭക്തൻ, അപ്പോൾ ഈശ്വരൻ ഉണ്ടാകേണ്ടത് എന്നോടൊപ്പമല്ലേ? ഭഗവാന് കൈലാസം വിട്ട് വരാൻ കഴിയില്ല എങ്കിൽ ഈ കൈലാസത്തെ എൻ്റെ കൈകൾ കൊണ്ട് ഉയർത്തി ഞാൻ ലങ്കയിലേക്ക് കൊണ്ടുപോകും. സാധാരണക്കാരനല്ല രാവണൻ, നമ്മളെ പോലെ അല്ല, അതിശക്തിശാലിയാണ്. അപ്പോൾ രാവണൻ തൻ്റെ കൈകൾ കൊണ്ട് കൈലാസത്തെ ഉയർത്താൻ ശ്രമിച്ചു. അങ്ങനെ കൈലാസപർവ്വതം അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉടഞ്ഞു. ഇത് കണ്ട് പാർവതീദേവി പരിഭ്രമിച്ചു. മഹാദേവനോട് ചോദിച്ചു, അല്ലയോ പ്രഭു, അങ്ങ് എന്തുകൊണ്ടാണ് ഇത് തടയാത്തത്? ഈ രാവണൻ എത്ര വലിയ തെറ്റാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് കേട്ട് മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ കാലിൻ്റെ പെരുവിരൽ പതിയെ കൈലാസത്തിന്റെ മണ്ണിലേക്ക് അമർത്തി. അതോടെ കൈലാസപർവ്വതം പാടെ ഭൂമിയിലേക്ക് പതിച്ചു. കൈലാസത്തിനും ഭൂമിക്കും ഇടയിലായി രാവണന്റെ കൈകൾ. അസഹനീയമായ വേദനയിൽ കുഴയുമ്പോഴാണ് രാവണൻ ഒരു സത്യം മനസ്സിലാക്കുന്നത്. താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. മഹാദേവന്റെ ശക്തിക്ക് മുൻപ് തന്റെ ശക്തി ഒരു കാലംശം പോലുമില്ല. ഇനി മഹാദേവനെ പ്രസാദിപ്പിക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല. ഇങ്ങനെ ചിന്തിച്ച രാവണൻ ഭഗവാനെ സംപ്രീതനാക്കാനായിട്ട് ശിവതാണ്ഡവ സ്തോത്രം ജപിച്ചു. ഇത് വെറുമൊരു സ്തോത്രമല്ല, അഹങ്കാരം ഒഴിഞ്ഞ് ഭഗവാനെ ശരണം പ്രാപിച്ചൊരാത്മാവിന്റെ പ്രകമ്പനമാണ്. ഈ സ്തോത്രത്തില് രാവണൻ ഭഗവാനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭഗവാന്റെ താണ്ഡവ നൃത്തത്തെ വർണ്ണിക്കുന്നുണ്ട്.
അദ്ദേഹം പറയുന്നുണ്ട്, ശിവേദി മന്ത്രം ഉച്ചരൻ സദാ സുഖി ഭവാമ്യഹം. ആരാണോ ശിവമന്ത്രം ഉരുവിടുന്നത് അവരെപ്പോഴും സുഖവാന്മാരായിരിക്കും. ശിവതാണ്ഡവ സ്തോത്രത്തില് രാവണൻ ശിവഭഗവാൻ താണ്ഡവമാടുമ്പോഴുള്ള ചടുലമായ താളത്തെയും ഗംഗയുടെ പ്രവാഹത്തെയും നാഗത്തിന്റെ ചലനത്തെയും ഭ്രമരുവിന്റെ നാദത്തെയും ഒക്കെ തന്നെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോ ഈ പ്രഭാഷണം നമ്മൾ അവസാനിപ്പിക്കുമ്പോ കിഴക്കേക്കര ശിവക്ഷേത്രമായ ഈ ശിവക്ഷേത്രത്തില് ശിവഭഗവാന്റെ മുൻപിൽ താണ്ഡവ സ്തോത്രം ജപിച്ചുകൊണ്ടായിരിക്കും അവസാനിപ്പിക്കുക. അപ്പൊ എല്ലാവരും കഴിയുന്നവര് കണ്ണടച്ചിരുന്ന് ഭഗവാന്റെ താണ്ഡവ രൂപം മനസ്സിൽ ധ്യാനിക്കുക. ശിവതാണ്ഡവ സ്തോത്രം അറിയാവുന്നവർക്ക് എന്നോടൊപ്പം അത് ജപിക്കാം, അറിയില്ലെങ്കിലും പ്രശ്നമില്ല. ഭഗവാന്റെ ആ രൂപം മനസ്സിൽ ധ്യാനിച്ചാൽ മതി. Chitam
ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹരി ഓം തത്സത്.